UEFA നാഷണൽ ലീഗ് ക്വാർട്ടർ ഫൈനൽ ഡെൻമാർക്ക് വേഴ്സസ് പോർച്ചുഗൽ ഡെൻമാർക്കിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതൊരു സൂപ്പർ ഫിക്സ്ചറാണ്. സാധാരണ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് ടൈം വരുമ്പോൾ ഭയങ്കര ബോറാണ്. എന്തായാലും പ്രീമിയർ ലീഗില്ല, ലാ ലീഗ് ഇല്ലാത്ത സിറ്റുവേഷനൊക്കെയാണ്. പക്ഷേ ഈ പ്രാവശ്യം നല്ല കിടിലം ഫിക്സ്ചേഴ്സൊക്കെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഡെൻമാർക്ക് വേഴ്സസ് പോർച്ചുഗൽ നോക്കുകയാണെങ്കിൽ റൊണാൾഡോ 40 വയസ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഇൻ്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ബെർണാഡോ സിൽവയുടെ കാര്യം നോക്കണമെങ്കിൽ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോഴേക്കും 100th ക്യാപ്റ്റൻസി പോർച്ചുഗലിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസസും കാണുന്നുണ്ട്. ഈ ഒരു മാച്ചിൽ ക്യാപ്റ്റൻ ആവുമ്പോൾ 99th ആണ്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സ് ഡെൻമാർക്കിൽ ഇപ്പോൾ ഡോർഗും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡെൻമാർക്കിൽ ഇപ്പോൾ എറിക്സണും ഹോയിലൻഡും ഡോർഗും യുണൈറ്റഡ് ടീമിൽ നിന്ന് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പോർച്ചുഗൽ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗം വരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ കറണ്ട് ഫോം സൂപ്പർവായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസും അവൈലബിൾ ആണ് ഈ ഒരു മാച്ച് കളിക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ നെറ്റോ, റാഫേലിയോ പോലത്തെ പ്ലെയേഴ്സും ഈ ഒരു മാച്ച് കളിക്കുന്നതായിരിക്കും. ഡെൻമാർക്കും പോർച്ചുഗലും കഴിഞ്ഞ 5 മാച്ച് കളിച്ചതിൽ 4 വിന്ന് ഉണ്ടായിരിക്കുന്നത് പോർച്ചുഗലിന് തന്നെയാണ്. ഒരു വിന്നെ ഡെൻമാർക്കിന് കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് ആണെങ്കിലും ഡെൻമാർക്ക് 8 പോയിൻറ്റ്സ് ആണ് സെക്കൻഡ് പൊസിഷൻ. പക്ഷേ കഴിഞ്ഞ 4 മാച്ചസിനും അവർക്കൊരു വിന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിൻ്റെ കാര്യമാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് വിന്നിങ് സ്ട്രീക്കിൽ തന്നെയാണ്. ഏകദേശം ഒരു 6 മാച്ചസ് കണ്ടിന്യൂസ് വിൻ ചെയ്താണ് പോർച്ചുഗൽ വന്നിരിക്കുന്നത്. ഡെൻമാർക്കിൻ്റെ ഹെഡ് കോച്ച് ബ്രയാൻ റൈമർ പറഞ്ഞേക്കുന്നത് പോർച്ചുഗൽ ഒരു ഇൻക്രെഡിബിൾ സ്ക്വാഡുള്ള ടീമാണ്. പക്ഷേ അവരുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വർക്കൗട്ട് ആകാണ്ടിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള സംഭവമാണ് ഈ കോച്ച് പറഞ്ഞത്. കാരണം ശരിയാണ്, ബ്രൂണോ, റൊണാൾഡോ എല്ലാവരും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിച്ച് ജയിപ്പിക്കുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെൻമാർക്കിന് ഒരു ചാൻസ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെൻമാർക്കിന് അവരുടെ ഹോം അഡ്വാൻറ്റേജും കിട്ടുന്നതായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈറ്റിൽ പോർച്ചുഗൽ 2019 ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ടൈറ്റിലിന് വേണ്ടിയാണ് പോർച്ചുഗൽ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. പല ടീംസും ഉണ്ട്. ഫ്രാൻസ് പോലത്തെ ടീമും ക്രൊയേഷ്യ എല്ലാം ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു വിൻ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെ ആയിരിക്കും. ഒരു സിൽവർ വെയർ കൂടി പോർച്ചുഗലിൻ്റെ പേരിലും റൊണാൾഡോൻ്റെ പേരിലൊക്കെ വന്നത് ഒരു ഓസം സംഭവം തന്നെയാണ് ഇൻ്റർനാഷണൽ. അതുപോലെ തന്നെ റോബർട്ടോ മാർട്ടീനസും പോർച്ചുഗലിൻ്റെ അണ്ടറിൽ ഫസ്റ്റ് ടൈറ്റിൽ കൊണ്ടുവരാൻ തന്നെ ആയിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ടൈറ്റിൽ ഹോപ്സും ഈ കോച്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ ഒരു പ്രഡിക്റ്റഡ് 11 എന്ന് പറയുന്നത് ഡലോട്ട്, സിൽവ, ഡയാസ്, മെൻഡസ്, വിറ്റീനിയ, നെവസ്, ബെർണാഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, റാഫേലിയോ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഡെൻമാർക്കിൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് എന്ന് പറയുന്നത് ഷെമൈക്കിൾ, ക്രിസ്റ്റ്യൻസൺ, ആൻഡേഴ്സൺ, വെസ്റ്റഗാർഡ്, ഡോർഗു, നോർഗാർഡ്, ഹൽമാണ്ട്, എറിക്സൺ, ഐസക്സൺ, ബെറത്ത്, ഡാംസ്ഗാർഡ്. അപ്പോൾ ഇവരായിരിക്കും ഒരു എക്സ്പെക്റ്റഡ് ഡെൻമാർക്കിൻ്റെ ലൈനപ്പ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു മാച്ചിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? പോർച്ചുഗലായിരിക്കുമോ ഡെൻമാർക്കായിരിക്കുമോ വിൻ ചെയ്യുന്നത്? കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാനും ഈ വീഡിയോസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അറ്റ് ഗോ ഫുട്ബോളർ. ടേക്ക് കെയർ ഗൈസ്.